If you see any other industry, most of the time, stars are getting stuck to their image and they are not trying to experiment because people might reject them. എനിക്കൊന്ന് മമ്മൂക്ക എല്ലാത്തിനും ഉപരി ഈ ലേബൽസും പൊളിറ്റിക്സും എല്ലാത്തിനും ഉപരി മനുഷ്യത്വമാണ് ഏറ്റവും, ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ മേളിൽ വെച്ചേക്കുന്നത്. ഓക്കെ നമുക്ക് പോരാ, നല്ല പടം തന്നെ വേണം. വെട്രിവേൽ ഷൺമുഖസുന്ദരം ക്യാരക്ടർ എനിക്ക് നല്ല ക്യാരക്ടറാണ്, പക്ഷെ വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ വില്ലനാണ്. ഇപ്പൊ ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ അവർ 2 സീനാണ് പറഞ്ഞു. ഒന്ന് ഇത് വർക്കായില്ലെങ്കിൽ ഹംസധ്വനി തന്നെ ഫ്ലാറ്റ് ആയി. ഇതൊരു സ്കൂളിന്റെ പോലെ എനിക്ക് വരുമ്പോൾ ആക്ടിങ്ങിൽ മമ്മൂട്ടി സാറുണ്ട്, അവരുടെ ഇന്റർവേഷന്, അവരെങ്ങനെ ക്യാരക്ടർ അപ്രോച്ച് എങ്ങനെ ചെയ്യും, അതെല്ലാം കാണുമ്പോൾ എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭാരമൊക്കെ ഇറക്കി വെച്ച പോലെ സമാധാനമായി. ടർബോയുടെ വിശേഷങ്ങളാണ്. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വളരെ വ്യത്യസ്തമായ സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ കുറച്ചുകൂടി ഒരു മാസ് എന്റർടൈനർ സിനിമ എന്ന നിലയ്ക്ക് പുറത്തു വരുന്ന ഒരു സിനിമയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ സിനിമയിലെ അനുഭവം? ടോബി പ്രൊമോഷന് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഫോൺ വന്നു, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവിയർ. അവൻ പറഞ്ഞു വൈശാഖ് ഒരു സ്ക്രിപ്റ്റ് നരേഷന് വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ ഞാൻ മീറ്റ് ചെയ്തു, അവർ നരേറ്റ് ചെയ്തു. ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ വെട്രിവേൽ ഷൺമുഖസുന്ദരം ക്യാരക്ടർ എനിക്ക് നല്ല ക്യാരക്ടറാണ്, പക്ഷെ വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ വില്ലനാണ്. ഇതുവരെ ഞാൻ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു എന്റർടൈനർ പടത്തിൽ ഞാൻ ഇതുവരെ പാട്ട് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഇൻവോൾവ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ആ ക്യാരക്ടറും കൂടെ ഒരു നന്നായിട്ട് ഒരു എഴുതിയിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ്. അതാണ് ക്യാരക്ടർ പ്രോജക്റ്റ് ഇന്നായി. ഹംസധ്വനി എന്ന് പറയുന്ന വളരെ റീച്ചുള്ള ഒരു കഥാപാത്രം ഒരു സിനിമ കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ഏറ്റവും പറയാനുള്ള പാടുള്ള പേരുകളായിരിക്കും പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അവിടെ നിന്ന് റീച്ചായ ഒരു കഥാപാത്രത്തിൽ നിന്ന് ഈ ഇതിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ മാറ്റം? സിനിമയിൽ ഒരു വലിയ സ്പേസ് ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? ഫസ്റ്റ് സിനിമ തന്നെ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുക, ഹംസധ്വനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ കിട്ടുക, അത് തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് ആളുകൾ എനിക്കൊന്ന് ഹംസധ്വനി ഹംസയായിട്ട് ചുരുക്കേണ്ടതെന്ന് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയത് ആൾക്കാർക്ക്. പിന്നെ പ്രൈമിൽ റിലീസായി അത് കുറച്ചുകൂടെ ഒരു റീച്ച് കിട്ടി. അത് കണ്ടിട്ട് അടുത്തൊരു പ്രോജക്റ്റ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ വിളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ. അപ്പോൾ വെരി ഹാപ്പി. ഇത്രയും പേരുടെ കൂടെ എനിക്കൊന്ന് ഒരു സിനിമ ചെയ്ത് ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. മിഥുൻ ചേട്ടൻ, വൈശാഖ് സാറ്, ഓഫ് കോഴ്സ് മമ്മൂക്ക, രാജ്ബി ഷെട്ടി, ഇത്രയും ആർട്ടിസ്റ്റ്, ബിന്ദു ചേച്ചി, ശബരീഷ്, കുറേ പേരോട് വർക്ക് ചെയ്യുന്ന ഐ ലേൺഡ് എ ലോട്ട്. ഒരു സ്കൂളിൽ പോകുന്ന പോലെയായിരുന്നു. ഒരു പവർഫുൾ ക്യാരക്ടർ അറിഞ്ഞു. ടർബോ ജോസിന്റെ അത്ര പവർ ഒന്നും ഇല്ല, പക്ഷെ ഇറ്റ് ഈസ് ഐ എം വെരി ഹാപ്പി. ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു അതിൽ ആ കഥയിലൊരു റോളുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. മമ്മൂട്ടി തന്നെ ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിലപ്പോൾ ആ ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു പവർ പലപ്പോഴും ഈ ക്യാരക്ടറിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പറയാൻ കാരണം ടർബോ ജോസ് ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. ഇപ്പൊ ഈ കഥ നടക്കുന്നത് ഒരു സിറ്റിയിലാണ്. പക്ഷേ ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടർ സിറ്റി ഗേളാണ്, ഒരു എന്താ പറയുക urban. അപ്പൊ പല കാര്യങ്ങളും ഒരു നാട്ടുമ്പുറത്തുകാരന് അറിയില്ല. അപ്പൊ ഗൈഡ് ചെയ്ത് ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ്. ഒറ്റ പവർഫുൾ അങ്ങനെയില്ല, പക്ഷെ ഒത്തിരി ഇതിൽ ടർബോ ജോസിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇന്ദുലേഖ. ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സെറ്റിലെ എക്സ്പീരിയൻസ് ഒരുപാട് ആളുകളുണ്ട്, കൂടാതെ അതിന്റെ ഒരു ടൈപ്പ് ഭയങ്കര വ്യത്യസ്തമാണ്, പലതരത്തിലുള്ള ആളുകൾ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇതൊരു സ്കൂളിന്റെ പോലെ എനിക്ക് വരുമ്പോൾ ആക്ടിങ്ങിൽ മമ്മൂട്ടി സാറുണ്ട്, അവരുടെ ഇന്റർവേഷന്, അവരെങ്ങനെ ക്യാരക്ടർ അപ്രോച്ച് എങ്ങനെ ചെയ്യും, അതെല്ലാം കാണുമ്പോൾ എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. പിന്നെ ഇതിന്റെ ടെക്നീഷ്യന്മാർ, നല്ല നല്ല ടെക്നീഷ്യന്മാർ, പിന്നെ അവരുടെ പാഷന്, പിന്നെ അവരുടെ പ്രിപ്പറേഷന്. ഇപ്പോൾ ഇവിടെ വൈശാഖ് സാറുണ്ട്, വൈശാഖ് സാറ് ലെൻസിങ് അറിയൂ, ടെക്നിക്കാലിറ്റീസ് അറിയൂ, എക്വിപ്മെന്റ്സ് അറിയൂ, എല്ലാം അറിയും. പിന്നെ എങ്ങനെ ഈ പടത്തിന്റെ പേസ് എവിടെ കൂടുന്നു, എവിടെ കുറക്കുന്നു, ആൻഡ് എങ്ങനെ ഒരു റിതം എന്താ, ഡയലോഗിന്റെ റിതം എന്താ, പെർഫോമൻസ് സ്റ്റൈൽ എന്താ, എല്ലാം അറിയിട്ടുള്ള ഒരു ടെക്നീഷ്യന്മാർകൾ. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ, പിന്നെ ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ, ഫൈറ്റ് ഡയറക്ടർ, സ്റ്റണ്ട് ഡയറക്ടർ ഫീനിക്സ് പ്രഭു, പിന്നെ ഇതിന്റെ എഡിറ്റർ ഷമീർ മുഹമ്മദ്. എപ്പോഴും സെറ്റിൽ വരും ഷമീർ മുഹമ്മദ്. ഫൈറ്റ് സീക്വൻസ് എല്ലാം ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് എഡിറ്റ്
ചെയ്യും ചെയ്തിട്ട് we'll know that like what is happening with the visuals and everything. And with that, Shaji Nadwil in art direction and the makeup artist Rashid, everybody were so up to the mark and tried to make this film as better as possible. So it was a learning process to me because I haven't worked in such a large scale. So to sit there and see these people operating, it was a great thing. ഒരു ഇൻഡസ്ട്രിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എന്തൊക്കെ ഒരു വ്യത്യാസങ്ങളാണ്? സിനിമ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും. അതെ, പക്ഷേ ഒരു വലിയ വ്യത്യാസമാണ് ലാംഗ്വേജ്. ഇപ്പോ ഐ നീഡ് ടു ബി മച്ച് മോർ അലേർട്ട്. എന്താ വെച്ചാൽ എനിക്ക് ലാംഗ്വേജ് അറിയില്ല. സോ ഐ നീഡ് ടു ഹിയർ മച്ച് മോർ ഡീപ്ലി, ഇല്ലെങ്കിൽ എനിക്ക് മിസ്സാവും. കുറച്ച് കൂടുതൽ ആഴത്തിൽ കേൾക്കണമെന്ന്. അതെ 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 അതെ, ഇല്ലെങ്കിൽ മിസ്സാവും. സോ അതാണ് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ ലേണിംഗ് എ ലാംഗ്വേജ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് because the moment you learn a language, you are not anymore outsider. So I think that was the only toughest thing. But other than that, nothing was challenging because the team was so good. They didn't made me feel that I'm facing any challenge. Even if there is a scene which is very emotional or very intense, they would help me to maintain the whole set in a way that it will be helpful for a performance. ഇതിൽ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതിന് ശേഷം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് ലോകത്തൊക്കെ തന്നെ, അതായത് നമ്മൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തെ പ്രശംസിക്കുന്ന തരത്തിലേക്ക് ആ സിനിമകളൊക്കെ മാറുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതിലെ തിരഞ്ഞെടുക്കുന്ന പശ്ചാത്തലം അടക്കം ഇപ്പൊ കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ പൊളിറ്റിക്സ് പറഞ്ഞ സിനിമകളായിരുന്നു. അത്തരത്തിൽ അവിടെ നിന്നൊരു മാസ് സിനിമ വരുമ്പോൾ അതിനും ആളുകൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയായിരിക്കും ഒരു സാധാരണ മാസ് സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഈ ടർബോ എന്തെങ്കിലും പ്രത്യേകതകൾ കൂടിയുള്ള സിനിമയാണോ? അല്ല, മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂക്കയുടെയും ഇപ്പൊ കുറച്ച് പടങ്ങളായ ഹീസ് ഓൺ എ വെരി ഗുഡ് റൺ അല്ലേ. ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ, ബ്രഹ്മയുഗയായാലും കാതലായാലും വാട്ട് എവർ ഇറ്റ് ഇസ്, ഭയങ്കര ഒരു വെരി ഗുഡ് റണ്ണാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ തന്നെ അടുത്തത് വരണം എന്നായിരുന്നു. ആ പ്രഷർ എനിക്ക് എല്ലാവർക്കും ഉണ്ട്, മിഥുൻ ചേട്ടനും വൈശാഖ് സാറിനും എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്കയുടെ അടുത്തെന്ന് പറയുമ്പോൾ ദർ ഇസ് ഓൾറെഡി കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, കുറേ പ്രതീക്ഷകളുണ്ട് എല്ലാവർക്കും. അപ്പം അതങ്ങനെ തന്നെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത്. ഒരുപാട് സമീപകാലത്ത് എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഫിസിക്കലി കാരണം ആക്ഷൻ ഉള്ളത് കൊണ്ട് കുറെ, അത് ഒരു ആക്ഷൻ്റെ ആക്ഷൻ അല്ല, കുറെ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, കുറെ ആക്ഷൻ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ പുള്ളി നല്ലൊരു ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രായത്തിൽ അദ്ദേഹം ഈ ആക്ഷൻ സീനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ? Definitely. It's not only about action. It's also about the passion. And it's also about the commitment towards the work. See, it's only because he could jump a little more higher, that is not the only thing. That is one thing in so many other things, which is how is he selecting the script? How is he doing 3 films in 6 months and still all the films are good? And how is he not getting tied up to a image? Oru Kadal, പിന്നെ ഒരു ബ്രഹ്മയുഗം, ഒരു കണ്ണൂർ സ്ക്വാഡ്, പിന്നെ റോഷാക്ക്, അബ്രഹാം ഓസ്ലർ, നൻപകൽ നേരത്ത്, ടർബോ. If you see any other industry, most of the time stars are getting stuck to their image and they are not trying to experiment because people might reject them. അതില്ലാതെ എങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെ ഈ ആള് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് വളരെ ഒരു അത്ഭുതം. With that, of course, then you need to consider the age. But I wouldn't consider the age first. This is the biggest quality. Because even the younger people who can do that are not able to do it. അതിലൊരു പ്രധാന കാര്യം അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ കൂടി അങ്ങനെ സെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് തിയേറ്ററിൽ വരുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിൽ അതിൽ പരീക്ഷണം ഉണ്ടെങ്കിൽ ഇനി അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ എത്തി. ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണ് അത്. അവർ റിസീവ് ചെയ്യുന്നു, പിന്നെ നമുക്ക് കൊടുക്കുന്നു, അവർ റിസീവ് ചെയ്യുന്നു, അത് തന്നെയാണത്. നമ്മുടെ ഓഡിയൻസിനെ ട്രെയിൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരും റെഡിയാണ്, ഇപ്പോൾ റെഡി ആക്കി. ഈ കാതൽ പോലുള്ള സിനിമകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സിനിമയാണ്. അതിൽ വളരെ ഇമോഷണലായി ഈ കാലത്ത്
പറയാൻ ആരും അങ്ങനെ തയ്യാറാകാത്തൊരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് അതിനെ വളരെ റിലയബിളായി കൃത്യമായി ഷാർപ്പായി തന്നെ ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ഈ പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാലത്ത് പറയേണ്ടതാണ് എന്നുള്ളൊരു തോന്നലുണ്ടാണല്ലോ. അപ്പൊ ഏറ്റവും പുതിയ തലമുറയോട് സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ? പിന്നെ എനിക്കൊന്ന് മമ്മൂക്ക എല്ലാത്തിനും ഉപരി ഈ ലേബൽസും പൊളിറ്റിക്സും എല്ലാത്തിനും ഉപരി മനുഷ്യത്വമാണ് ഏറ്റവും, ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ മേളിൽ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്സിന് റിസ്ക്കും ഉണ്ടല്ലോ. നമ്മളൊരു സെൻസിറ്റീവായിട്ട് അത് കാണിച്ചില്ലെങ്കിൽ അത് ഇറ്റ് ഇസ് എ ഹ്യൂജ് റിസ്ക് ഡൂയിങ് ദാറ്റ്. അപ്പൊ അത് പുള്ളി ഇല്ല, അത് സെൻസിറ്റീവായിട്ട് തന്നെ കാണിക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനും ഉപരി, എല്ലാവരും മനുഷ്യരല്ലേ, അപ്പൊ എല്ലാത്തിനും ഉപരി മനുഷ്യത്വമാണെന്നുള്ള ഇതില് അത് ആ അപ്രോച്ച് അടിപൊളി തന്നെയാണ്. അത് ഇംപ്രൂവ് ആണ്, അത് ഇംപ്രൂവൈസേഷൻ ആണ്, അത് സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത്. സ്ക്രിപ്റ്റില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സിനിമയിലേക്കുള്ള വരവ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അവിടെ കന്നഡയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെന്ന് പ്രേക്ഷകരൊക്കെ തന്നെ പറയുന്നു. അതിൽ ഒരുപാട് മലയാളം ഓഡിയൻസ് ഒക്കെ കന്നഡയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു ട്യൂൺ സെറ്റ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പേഴ്സണലി. കന്നഡ സിനിമയുടെ ഒരു മാറ്റം, വളരെ രസകരമായി ഉള്ളൊരു മാറ്റം, ഒരുപാട് ധാരകളുണ്ട് സിനിമയ്ക്ക്. അവിടെ ഇപ്പോൾ ഒരു പുതിയ ധാര നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ മാറുന്നുണ്ട് എന്നുള്ളതിൽ അതെങ്ങനെയാണ് ആ സിനിമയുടെ മാറ്റം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പീപ്പിൾ ഹു ആർ ന്യൂ വെൻ ദേ കം ടു ഇൻഡസ്ട്രി. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവും കുറച്ചും കൂടി സിനിമ ഇൻഡസ്ട്രിക്ക് വാല്യൂ ആഡ് ചെയ്യും. ഇപ്പോൾ പവൻ കുമാർ സ്റ്റാർട്ടഡ് വിത്ത് ലൂസിയ, പിന്നെ രക്ഷിത് സ്റ്റാർട്ടഡ് വിത്ത് ഉളിതവരു കണ്ണന്ತೆ, അതിനുശേഷം ഗോതി ബണ്ണ സാധാരണമായി കട്ടു, പിന്നെ ഇപ്പോൾ കാന്താര ഉണ്ട്, പ്രശാന്ത് നീൽ ഉണ്ട്. സോ they are all actually trying their best to do the very best. Because it's being considered a small industry, we couldn't been able to break a lot of shackles. So hopefully, we are very happy that at least we are noticed now. But massive progress. Yeah, it is a massive progress. But we are not happy that we can do a lot better. So we'll try to do better in the future. ഒരു മാറ്റം ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്, ആളുകളുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത്തരത്തിലുള്ള സിനിമകൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണല്ലോ ബേസിക് ആയിട്ടുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കം. അത് വലിയ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100% OTT അതിന്റെ ഒരു വലിയ ഗുണം നമുക്ക് കിട്ടി. ബോർഡേഴ്സിനെ ക്രോസ് ചെയ്തു. ഇപ്പോ മഞ്ജുമൽ ബോയ്സ് ഇപ്പോ തമിഴ്നാട്ടിൽ ഓടും, പിന്നെ നമ്മുടെ ആവേശം ബാംഗ്ലൂരിൽ, ഐ മീൻ ഇൻ കർണാടക, ആൻഡ് പ്രേമലു ഇൻ തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ്സ്. ഇത് ആ ഒരു ബോർഡറുടെ ഒരു മാർക്ക് അത് കുറവായി. ഇപ്പോൾ ഈസിലി പോകും അത്. സോ ഇപ്പോൾ ലാംഗ്വേജ് പടമില്ല, ഇപ്പോൾ നല്ല പടം ഇല്ലെങ്കിൽ തെട്ടുപടം, അത്ര മാത്രമേ ഉള്ളൂ. സോ ഇഫ് ദ ഫിലിം ഈസ് ഗുഡ്, ഇറ്റ് ഈസ് വാച്ച്ഡ് ബൈ മെനി. ഈവൻ ഇഫ് നോട്ട് ഇൻ തിയേറ്റർ, യു വിൽ ഗെറ്റ് audience in OTT. If you get audience in OTT, maybe the next film will reach that. അങ്ങനെ കുറെ ഇതുണ്ട്, പോസിബിലിറ്റീസ് കൂടിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടായിരുന്നു. കാരണം ഇറങ്ങുന്നതിൽ ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെടുന്ന, അതും ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ പോരാ, 200 മുകളിൽ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ 150 സിനിമകൾ മുകളിലും പരാജയപ്പെടുന്ന സാധ്യത ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. അവിടെ നിന്ന് അത്ഭുതകരം എന്നൊക്കെ പറയുന്നല്ലോ, നമ്മളൊരു പുസ്തകത്തിന്റെ പേജ് മറിക്കുമ്പോൾ ഇതൊരു വളരെ മോശപ്പെട്ട പേജാണെങ്കിൽ അടുത്ത പേജിൽ ഭയങ്കര സ്വപ്നങ്ങൾക്കുള്ള എടുത്തു തുടങ്ങുന്നത് പോലെ ഈ പുതിയ വർഷം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു. തമിഴ്നാട്ടിൽ നമുക്ക് വലിയ ഉണ്ടാകുന്നു. അങ്ങനെ ഇൻഡസ്ട്രിക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റം. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാച്ചുവിന്റെ പ്രൊമോഷൻ ഇരിക്കുന്നതും ഇതിന്റെ പ്രൊമോഷൻ ഇരിക്കുന്നതും വേറെ, അതായത് സിനിമകളും വേറെയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ മലയാള സിനിമയുടെ അപ്പോഴത്തെ, ഞാൻ പാച്ചുവിന് April 28 ആണ് പാച്ചു റിലീസായത്. അപ്പോൾ അതിന് 1 വീക്ക് മുമ്പ് ഞാൻ പ്രൊമോഷൻസിന് ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ബാഡ് ഇയർ മലയാള സിനിമയ്ക്ക്. 4 മാസത്തിൽ ഒരു പടം ഹിറ്റായിട്ടുള്ള രോമാഞ്ചം. അപ്പൊ എല്ലാരും തിയേറ്ററിലോട്ട് ആള് വരുമോ എന്ന് തന്നെ ഡൗട്ടാണ്. വരുന്നുവോ, കാണുവോ, ദേവർ ലൈക്ക് എന്താണ്, വൈ വുഡ് പീപ്പിൾ ഗോ ടു സീ ദിസ് ഫിലിം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ ബബ്ബു അടിക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളിയല്ലേ. ഇത് നമ്മൾ കാണുമെന്ന് എന്തായാലും അറിയാം, കണ്ടു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായത്തിലേ ഡൗട്ടുള്ളൂ. പക്ഷെ തിയേറ്ററിലൂടെ ആള് കയറുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. എനിക്ക് തോന്നുന്നു പാൻഡമിക്കിൽ ഉണ്ടാക്കിയ ഒരു ബാക്ക്ലോഗ് ഉണ്ട് അല്ലേ, ബാക്ക്ലോഗ് ഓഫ് ഫിലിംസ്. പാൻഡമിക്, കാരണം അറിയാലോ 2020 ലോക്ക്ഡൌൺ വന്നു, ഫസ്റ്റ് വേവ് വന്നു, 21 അഗെയിൻ വി ഹാഡ് എ സെക്കൻഡ് വേവ്.
അപ്പോൾ നടക്കാതെ പോയ പ്രോജക്റ്റ്, ഷൂട്ട് ചെയ്യാത്ത പ്രോജക്ട്സ്, റിലീസ് ചെയ്യാത്ത പ്രോജക്ട്സ്, കുറേ ബാക്ക്ലോഗിലുള്ള സിനിമകൾ എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ആണ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഐ ഫീൽ ഇറ്റ് ഓഡിയൻസ് ഓൾസോ എക്സൈറ്റ് ആയില്ല. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു ആളുകളുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കുറച്ച് മാറിയെന്ന് കാരണം തോന്നുന്നു. സ്ട്രീമിംഗ് ഒരു ബൂം വന്നു, നമുക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ വന്നു, ഒരു പുറത്തുള്ള സിനിമകൾ, പുറത്തുള്ള TV ഷോസ്, അങ്ങനത്തെ ഒരു, കാരണം എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആകുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി നമ്മളും ഈ പറഞ്ഞ പോലെ സബ് ടൈറ്റിൽസ് ഉള്ളതുകൊണ്ട് വി ഓൾസോ സ്റ്റാർട്ടഡ് വാച്ചിങ് മലയാളം അല്ലാത്ത കുറേ കോണ്ടന്റ് നമ്മൾ കാണാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് പോരാ, നല്ല പടം തന്നെ വേണം. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണുന്നത്, ഇത് തിയേറ്ററിൽ കാണണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ വർഷം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണെന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ ഇൻഡസ്ട്രിക്ക് കഴിയുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അതാണല്ലോ ഏറ്റവും അനിവാര്യമായി വേണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് വേണം, ആ ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് വേണം. എനിക്ക് ബാക്കിയുള്ളവരോട് ഇന്ന് ചിരിക്കണം, അല്ലെങ്കിൽ കൈയടിക്കണം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, അത് തന്നെ വേണമെന്ന് പറയുന്ന ഈവൻ എ മൂവി ലൈക്ക് ബ്രഹ്മയുഗവും മറ്റേ ചിയർ ചെയ്യുന്ന പടമോ അല്ലെങ്കിൽ വിസിലടിക്കുന്ന പടമോ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ആ ക്വാളിറ്റിയിൽ തന്നെ ഒരു തിയേറ്റർ സൗണ്ട്, ഡോൾബി സൗണ്ടിലും ഇതിലും കാണണം എന്ന് പറയുന്നത് തന്നെ ബിഗ് ഡീൽ. ബ്രഹ്മയുഗം കാണാനും പ്രേമലു കാണാനും മഞ്ഞുമൽ ബോയ്സ് കാണാനും ഒക്കെ പല ടൈപ്പ് ഇപ്പൊ അവസാനം വരുമ്പോ പലതരത്തിലുള്ള ആവേശം, അതെല്ലാം കാണാനും ആളുകൾ തിയേറ്ററിലുണ്ട്. അതൊരു സിനിമയ്ക്ക് പൈസ കൊടുത്ത് ഇല്ല, കാശില്ലെന്ന് പറഞ്ഞു തുടങ്ങി. ബട്ട് ആഫ്റ്റർ ടർബോ മതി, I mean, after Turbo. Yeah. No. Even after Turbo, why should not stop. Let them earn a lot. So that they can, True. മമ്മൂട്ടിയുടെ ഒപ്പം ഉള്ള ഫൈറ്റ് സീൻസ്, ഈ സിനിമയിൽ മനസ്സിലാക്കുന്ന ചെറിയ ചെറിയ പരിപാടികൾ മമ്മൂട്ടി പിടിച്ചിട്ടൊരു വലിയ ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് ഒക്കെയാണ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ മമ്മൂട്ടിയായിട്ടുള്ള കോമ്പിനേഷൻ ഫൈറ്റ് സീനുകൾക്ക് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്, അത് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റൂ. അതിൽ കുറച്ചും കൂടി മൂവ്മെന്റ്സ്, അതായത് എല്ലാ ടഫ് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രിപ്പറേഷൻ അത് എത്രത്തോളം ഈസി ആക്കി പറഞ്ഞാൽ അത് നമുക്ക് it didn't become a challenge at all. It was so easy because of the technicians that are involved. It is very well planned and it is very well shot. Even I am actually waiting to see the whole film in theater. And with the sound, with the sound and everything, whistle for Mammootty sir. Because the thing is, even now, like, they asked, like, it's almost mix la kavini, do you want to watch? I'm like, no. എനിക്ക് ഇപ്പൊ കാണണ്ട, തിയേറ്ററിൽ തന്നെ കാണുന്നു. ഈ ഹംസ ധ്വനി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് പിന്നീട് അത് വലിയ തരത്തില് ആളുകളുടെ സ്റ്റാറ്റസുകളിലൊക്കെ നിറയുന്ന സാഹചര്യം ഉണ്ടായി. ബ്രദറിനെ പറ്റി പറയുന്നത്, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടാകുമ്പോൾ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന പൊതിയുന്ന ടൈപ്പ് ഒരു വേദന ഉണ്ടല്ലോ. ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്കത് ശീലമാകും. പിന്നെ പുറത്തു പോകാം, കൂട്ടുകാരോടെ എൻജോയ് ചെയ്യാം, ഫുഡ് കഴിക്കാം, ചിരിക്കാം, തമാശ പറയാം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, അത് സത്യം പറഞ്ഞാൽ കുറച്ച് ലെങ്തി ഡയലോഗാണ്. അത് എല്ലാ സിനിമയിലും പറഞ്ഞാൽ വർക്കാകാൻ സാധ്യതയുള്ളതല്ല. അത് പക്ഷെ അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നു. ഒരുപാട് ടേക്ക് ഒക്കെ എടുത്തിരുന്നു അതിന്റെ ഓഡിഷൻ സീനായിരുന്നു. ഇപ്പൊ ഞാൻ ഓഡിഷൻ ചെയ്തപ്പോ അവർ 2 സീനാണ് പറഞ്ഞു. ഒന്ന് ഇത് വർക്കായില്ലെങ്കിൽ ഹംസധ്വനി തന്നെ ഫ്ലാറ്റ് ആയി, അതുകൊണ്ട് അപ്പൊ ഇത് പിന്നെ വേറൊരു ചുമ്മാ കാറിൽ ഫഹദിനോട് സംസാരിക്കുന്ന പോലെ. അപ്പൊ അത് രണ്ടാണ്. ഇത് വർക്ക് ആയതുകൊണ്ടാണ് ശരിക്കും എന്നെ സെലക്ട് ചെയ്തത്. അത് അന്ന് ഓഡിഷനിൽ വർക്ക് ആയതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് പടം ഡിലേ ആയി. 2020 ഞങ്ങൾ കൺഫേം ചെയ്ത് അഡ്വാൻസ് ഒക്കെ തന്ന് 2020 പാൻഡമിക് വരുന്നതിന് മുമ്പ്. പിന്നെ ഡിലേ വന്നപ്പോൾ ഇങ്ങനെ അഖിൽ എപ്പോഴും ചോദിക്കും, അതുപോലെ വരുമല്ലോ അല്ലേ, അതുപോലെ ശരിയാക്കൂല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ 2 വർഷമായി. 2022 പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതും ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് അതൊരു എന്താ പറയുക, ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഡയലോഗ്. കാരണം ഗ്രീഫിനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. ഗ്രീഫ് എന്നുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി നമ്മളെ വിട്ടു പോവില്ല. എസ്പെഷ്യലി ഒരാൾ മരിക്കുമ്പോൾ, നമ്മുടെ അടുപ്പമുള്ള ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അത് വിട്ടു പോവില്ല. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ മിനിമൈസ് ആയിക്കൊണ്ടിരിക്കും, പക്ഷെ കംപ്ലീറ്റ്ലി നമ്മൾ വിട്ടു പോവില്ല. എവിടെയെങ്കിലും കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഇത്. അതാ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ആ സീനിലാണ് ഹംസധ്വനി ഓപ്പൺ അപ്പ് ആവുന്നതും ടു പാച്ചു. കാരണം ഇത്രയും വലിയൊരു കാര്യം ഒരു 2 ദിവസം മാത്രം പരിചയമുള്ള ഒരാളുടെ അടുത്ത് പറയണമെങ്കിൽ യു ഫീൽ സം സോർട്ട് ഓഫ് എ കണക്ഷൻ വിത്ത് ദ പേഴ്സൺ. അപ്പോൾ അത്
അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ തന്നെ അത് വർക്ക് ആയില്ലെങ്കിൽ ഐ തിങ്ക് ദ ഹോൾ തിങ് വിൽ ഫോൾ ഫ്ലാറ്റ്. ആ കഥാപാത്രത്തിന്റെ ആകെ തുകയും എനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് ആ ഒരു ക്യാരക്ടർ ആണത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭാരമൊക്കെ ഇറക്കി വെച്ച പോലെ ഉഫ് സമാധാനമായി. കാരണം ഇത്രയും നാൾ ചോദിച്ചതിൻ്റെ ഒരു ഇത് വന്നു എന്നുള്ളതാണ്. ഈ കാന്താര 2-നെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഇനി അത് വിശേഷങ്ങൾ പറയും. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഋഷഭ് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷൂട്ട്. സോ അത് ഒരു വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടി ടൈം വേണം അതൊക്കെ. സോ ദേ ഹാവ് സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പുതിയ വേറെ മറ്റ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കന്നഡത്തിൽ ഒരു 2 പ്രോജക്റ്റ് ഉണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല ഇതും. പിന്നെ ഒരു 45 പറഞ്ഞിട്ട് ഒരു ശിവരാജ് കുമാർ, ഞാനും പിന്നെ ഉപേന്ദ്ര 3 പേര് ഉള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രോജക്റ്റ്. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും. ഇപ്പോൾ നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വെറുപ്പിനും എല്ലാത്തിനും അപ്പുറത്തേക്ക് കലയാണ്. കലയെ എല്ലാവരും ഒരേപോലെ സ്വീകരിക്കേണ്ട ഒരു ആശയമാണ്. അപ്പൊ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രേഡിംഗ് കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ മാത്രം നമുക്ക് അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ഞാനൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.